ഹായ്. ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇറങ്ങിയ ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന വെബ് സീരീസിനെ പറ്റിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഈ സീരീസിൽ നീരജ് മാധവൻ, അജു വർഗീസ്, അതുപോലെ ഗൗരി ഇവരൊക്കെയാണ് മുഖ്യ കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സീരീസിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ ഇതൊരു 6 എപ്പിസോഡ് ഉണ്ട്. 6 എപ്പിസോഡ് ഉണ്ടെങ്കിലും ഭയങ്കര ലാഗോ കാര്യങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കോമഡി ഉണ്ട്, പിന്നെ കുറച്ച് റൊമാൻസും ഉണ്ട്, പിന്നെ കുറച്ച് അവിടെ ഇവിടെ ഒക്കെ കുറച്ച് സെന്റിമെന്റ്സും കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ നമുക്ക് ചില വെബ് സീരീസ് കാണുമ്പോൾ ഭയങ്കരമായിട്ട് വലിച്ചു നീട്ടിയ ഒരു ഫീലൊക്കെ വരാറുണ്ട്. അതായത് ഹോട്ട്സ്റ്റാറിൽ ഇറങ്ങിയിട്ടുള്ള 1-2 വെബ് സീരീസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഒരു ബോറടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഈ ഒരു സീരീസിന് ഇല്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ സീരീസും ഇറങ്ങിയിട്ടുള്ളത്. ഇതിന്റെ കഥ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മലയാളികൾ, അതായത് ഗൾഫിൽ വെച്ച് 2 മലയാളികൾ തമ്മിൽ കണ്ടുമുട്ടുന്നു. അതായത് നീരജ് മാധവനും ഗൗരിയും കണ്ടുമുട്ടുന്നു. അവര് ഒരു പ്രണയത്തിലാവുന്നു. അപ്പൊ നീരജിന്റെ ഒരു പ്ലാനിങ് എന്താ വെച്ച് കഴിഞ്ഞാല് നാട്ടിൽ വന്നിട്ടൊരു വീട് വെക്കണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ ഇഷ്യൂസും കാര്യങ്ങളും, പിന്നെ ജോലി പോകുന്നതും, അതുപോലെ ഇവർ തമ്മിൽ പ്രണയമായിട്ട് ഇവര് തിരിച്ച് നാട്ടിലോട്ട് വന്നിട്ടുണ്ടാവുന്ന കുറച്ച് പ്രശ്നങ്ങളും, അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ അജു വർഗീസിൻ്റെത്. അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ഇതിൽ ഈ ഒരു സീരീസ് എടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അജു വർഗീസിന്റെ രണ്ടാമത്തേതാണെന്ന് തോന്നുന്നു. ഫസ്റ്റ് ഒരു ക്രൈം ത്രില്ലർ ആയിട്ടുള്ള ഒരു സീരീസിലും അജു വർഗീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം രണ്ടാമത്തെ സീരീസ് ആണ് ഇപ്പൊ പറയുന്ന ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന സീരീസ് വന്നിട്ടുള്ളത്. എന്തായാലും സീരീസ് നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറിലുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപാട് ബോറടിയോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് കാണാവുന്ന രീതിയിൽ തന്നെയാണ് ഒരു സീരീസ് പോയിട്ടുള്ളത്. ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ബോറടിയോ കാര്യങ്ങളൊന്നും തോന്നിയില്ല. പിന്നെ പറഞ്ഞ പോലെ അവിടെ കുറച്ച് പാട്ടുകളും കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ആ സോങ്സ് ഒന്നും ഭയങ്കര വലിച്ചു നീട്ടി കൊണ്ടുപോയ ഒരു ഫീലൊന്നും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു സീരീസ് എടുത്തിട്ടുള്ളത്. ഇതിലിടയ്ക്ക് ഞാനൊരു 3-4 സീരീസ് ഞാൻ ഹോട്ട്സ്റ്റാറിൽ കണ്ടായിരുന്നു. മലയാളം ആണെങ്കിലും അതേപോലെ തമിഴ് മലയാളത്തിലാക്കിയിട്ടുള്ള സീരീസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ചിലതൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. കുറൊക്കെ ഞാൻ പകുതി വെച്ചപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്തായിരുന്നു. പക്ഷെ ഇത് ഞാൻ മൊത്തത്തിലിരുന്ന് കണ്ടു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ അജു വർഗീസ് തന്നെ ചെയ്തിട്ടുണ്ട്. അജു വർഗീസിന്റെ ചില ഭാവങ്ങളെ കാണുമ്പോൾ നമ്മൾ അങ്ങനെ സൈക്കാണോ അതോ വേറെന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ പോകുന്നുണ്ട്. പിന്നെ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ക്ലൈമാക്സും ഈ ഒരു സീരീസിന് തന്നിട്ടുണ്ട്. അതായത് ഒരുപാട് വലിച്ചു നീട്ടിയിട്ടുള്ള ഒരു ക്ലൈമാക്സ് ഒന്നുമല്ല, നല്ല രീതിയിൽ തന്നെ അവസാനിപ്പിച്ചിട്ടുള്ള ഒരു ക്ലൈമാക്സും ഈ ഒരു സീരീസിൽ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ ഈ സീരീസ് ഉണ്ട്, നിങ്ങൾ എന്തായാലും കണ്ടു നോക്കൂ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നിങ്ങൾ ഈ സീരീസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നോട് അറിയിക്കണം. അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കണം, മറക്കരുത്. അപ്പൊ നമുക്ക് അടുത്ത ഒരു സിനിമയുടെ അല്ലെങ്കിൽ ഒരു സീരീസിന്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.